വനിതാ എസ് ഐ ക്രൂരമായി മർദ്ദിച്ചുവെന്ന എസ് ഐയുടെ ഭാര്യയുടെ പരാതിയിൽ കൊല്ലം പരവൂർ പോലീസ് കേസെടുത്തു. ഭർത്താവായ വർക്കല എസ് ഐയും വനിതാ എസ് ഐയും തമ്മിലുള്ള ബന്ധം ചോദ്യം ചെയ്താണ് മർദ്ദനത്തിൽ കലാശിച്ചത്. മർദ്ദനത്തിന് കൂട്ടുനിന്നതിനും സ്ത്രീധനം കൂടുതൽ ആവശ്യപ്പെട്ടതിനും ഭർത്താവായ വർക്കല എസ് ഐക്കും കുടുംബത്തിനുമെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഭർത്താവായ വർക്കല എസ് ഐ അഭിഷേകും സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ ആശയും തമ്മിലുള്ള ഏറെ നാളത്തെ ബന്ധം ചോദ്യം ചെയ്തതിൽ മർദ്ദനമേറ്റുവെന്നാണ് യുവതിയുടെ പരാതി. സ്ത്രീധനം കൂടുതൽ ആവശ്യപ്പെട്ട് കുടുംബാംഗങ്ങൾ മർദ്ദിച്ചുവെന്നും യുവതി കമ്മീഷണർക്ക് നൽകിയ പരാതിയിലുണ്ട്. ആശയുമായും അഭിഷേകും അതായത് അഭിഷേകിന്റെ ഭർത്താവാണ് വർക്കല സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്നു. അദ്ദേഹവും ആശയുമായിട്ടുള്ള ഈ ഒരു ബന്ധം ജീവിതം നശിപ്പിച്ചു കഴിഞ്ഞതാണ്. ഇനിയും എന്നെ എന്തെങ്കിലും ചെയ്യും, എൻ്റെ അച്ഛനെയും അനിയത്തെയും കള്ളക്കേസിൽ കുടുക്കി എൻ്റെ ജീവിതം വരെ നശിപ്പിക്കും എന്നുള്ള അവസ്ഥ എനിക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇപ്പോൾ ഞാൻ പോലീസിൽ അഭയം പ്രാപിച്ചിരിക്കുന്നത്. എനിക്ക് ഒരു കുഞ്ഞുണ്ട്, 6 വയസ്സുണ്ട്. അതിന്റെ ജീവനെങ്കിലും എനിക്ക് സേഫ് ആക്കണം എന്നുള്ള ഒരു ഇതിലാണ് പോകുന്നത്. 2017 പരവൂർ സ്വദേശിനിയും വർക്കല എസ് ഐ അഭിഷേകും തമ്മിലുള്ള വിവാഹം നടന്നത്. 5 വർഷമായി ഭർത്താവും വനിതാ എസ് ഐയും ചേർന്ന് ഭീഷണിപ്പെടുത്തുന്നതായും പരാതിയിലുണ്ട്. യുവതിയുടെ പരാതിയിൽ ഭർത്താവ് അഭിഷേക്, വനിതാ എസ് ഐ ആശ, അഭിഷേകിന്റെ അമ്മ, സഹോദരൻ എന്നിവരെ പ്രതി ചേർത്ത് പരവൂർ പോലീസ് കേസെടുത്തു. മർദ്ദനത്തിന് കൂട്ടുനിന്നതിനും സ്ത്രീധനം കൂടുതൽ ആവശ്യപ്പെട്ടതിനുമാണ് ഭർത്താവിനെ 1-ാം പ്രതിയാക്കി കേസെടുത്തത്. വീട്ടിൽ വെച്ച് വനിതാ എസ് ഐ ക്രൂരമായി മർദ്ദിച്ചുവെന്നും യുവതി പറഞ്ഞു. അഭിഷേകും ആശയും തമ്മിലുള്ള റിലേഷൻ ഞാൻ അറിഞ്ഞതും ആശ എന്നെ എൻ്റെ വീട്ടിൽ കയറി വന്നിട്ട് ആശ എന്നെ ഉപദ്രവിച്ചതുമാണ്. കൂടെ ഉണ്ടായിരുന്ന അച്ഛനും അമ്മയും ഏട്ടനും ഒക്കെ അത് കണ്ട് നിന്നിട്ടേ ഉള്ളൂ. എനിക്ക് ഒരു രീതിയിലുള്ള സപ്പോർട്ടും ആ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല. പീഡന വിവരം കുടുംബത്തെ അറിയിച്ചതിനെ തുടർന്ന് DGPക്കും മുഖ്യമന്ത്രിക്കും യുവതി പരാതി നൽകിയിട്ടുണ്ട്. പരാതിയിൽ ദുർബലമായ വകുപ്പുകളാണ് ചുമത്തിയതെന്ന് കുടുംബം ആരോപിച്ചു. അതേസമയം പരാതി അടിസ്ഥാനരഹിതമാണെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് വനിതാ എസ് ഐയുടെ വിശദീകരണം. ജനം, കൊല്ലം.